ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് കൃഷ്ണഗിരി, വയനാട് കൃഷ്ണഗിരി സ്റ്റേഡിയം. അപ്പോൾ ആ സ്റ്റേഡിയത്തിൽ ഇരുന്നുകൊണ്ട് എൻ്റെ മാച്ചെല്ലാം അവസാനിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര ഫീലിങ്സ് അടക്കാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും വർഷത്തെ എൻ്റെ പ്രയത്നം ഇവിടെ അവസാനിക്കുകയാണോ എന്നൊക്കെ ഉള്ളൊരു മൈൻഡിലൊരു ഇത് വന്നു. അതായത് ഈ കരിയറിൽ ഇനി മുന്നോട്ടുള്ള ഒരു പ്രതീക്ഷ അസ്തമിച്ചു പോയി. പ്രതീക്ഷ അസ്തമിച്ചു പോയതല്ല, എനിക്കെന്തോ അതിനോടൊരു താല്പര്യക്കുറവ് വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. കാരണം എത്ര എഫേർട്ട് എടുത്തിട്ടും ഒരു ഉയരാൻ പറ്റാത്ത പോലെ എനിക്ക് തോന്നിപ്പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു മാനസികമായിട്ടുള്ളൊരു മടുപ്പ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആ കളിയൊക്കെ കഴിഞ്ഞു, എല്ലാ മാച്ചൊക്കെ ക്ലോസായി ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ വല്ലാതെ കരഞ്ഞുപോയി. കൃഷ്ണഗിരി ആ വയനാട് സ്റ്റേഡിയത്തിൽ നിന്ന് പലരും ചോദിച്ചു എന്താണ് കരയുന്ന കാരണങ്ങളൊക്കെ പലരും ചോദിച്ചൊക്കെ ചെയ്തു. പക്ഷെ എനിക്കൊന്നും പറയാനോ ഇതിനൊന്നും കഴിയുന്നില്ല. അത്ര അധികം ഞാൻ അതിൻ്റെ പിറകിൽ ഉള്ള എഫേർട്ട് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അത്രയും ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് എന്ത് ചെയ്തത്, ഒരു ക്രിക്കറ്റ് കരിയർ ബിൽഡ് ചെയ്തെടുത്തത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ എത്രത്തോളം എന്ന് വെച്ചാൽ ക്രിക്കറ്റിനെ ഒരു ലഹരിയായിട്ട് കണ്ടിരുന്നു. ക്രിക്കറ്റ് കളിക്കാത്ത ആളുകളെ സംബന്ധിച്ച് ഇവരൊക്കെ എങ്ങനെയാണ് ഈ ദുനിയാവിൽ ജീവിക്കുന്നതെന്ന് പോലും ഞാൻ ചിന്തിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ ഞാൻ എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു, ഞാൻ നന്നായിട്ട് ദുആ ചെയ്തു.